അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി കൈഫൽ ഹാൽ. എല്ലാവർക്കും സുഖല്ലേ? അപ്പം നമ്മൾ ഈ ഒരു അധ്യയന വർഷം അവസാനിക്കാൻ പോവാണ്. തിങ്കളാഴ്ച നമ്മളെ ഇയർലി എക്സാം സ്റ്റാർട്ട് ചെയ്യാനല്ലേ. ഈ ഒരു ഇയർലി എക്സാമോട് കൂടി നമ്മളെ ഈ ഒരു അധ്യയന വർഷം അവസാനിക്കും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എക്സാമിന് നന്നായിട്ട് പഠിക്കുക കേട്ടോ. നമ്മൾ അവസാനത്തെ എക്സാം അല്ലേ. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് നന്നായിട്ട് എല്ലാ എക്സാമും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ അറബിക്കാണ്. അപ്പോൾ അറബിക്ക് നിങ്ങൾക്ക് അറിയാം, ഓൾറെഡി നിങ്ങൾ എന്താണ് നമ്മളെ PT1 ഹാഫ് ഇയർലി PT2 എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്ത ആൾക്കാരാണ്. വളരെ സിമ്പിളായിട്ടുള്ള എക്സാം അല്ലേ ഇതുവരെ നടന്നത്. നിങ്ങൾക്ക് നല്ല മാർക്ക് നല്ല സ്കോർ ചെയ്തിട്ടില്ലേ. അപ്പോൾ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസാണ് സാധാരണ അറബിക്കിൽ ഉണ്ടാവല്. അപ്പോൾ അതിനേക്കാൾ എളുപ്പമായിരിക്കും നിങ്ങൾക്ക് ഇയർലി എക്സാം കേട്ടോ. നിങ്ങൾ ഓൾറെഡി ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ. അപ്പോൾ ക്വസ്റ്റ്യൻസ് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓൾറെഡി എന്താണ് നമ്മൾ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നമ്മൾ ഓൾറെഡി ആക്ടിവിറ്റി ബുക്കിലും പിന്നെ അതുപോലെ നോട്ട്ബുക്കിലൊക്കെ ചെയ്ത വർക്കുകൾ തന്നെയാണ് എന്താണ് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഓൾറെഡി പരിചയമുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് എന്താണ് നമുക്ക് എന്താണ് ഈസി ആയിട്ട് എന്താണ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാലോ. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വർഷത്തെ, അതായത് 2024-25 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കേട്ടോ. അപ്പം നമ്മളെ എക്സാം ഉണ്ടാവില്ല, 50 മാർക്കിനാണ് ക്വസ്റ്റ്യൻ എക്സാം ഉണ്ടാവുക. 2 മണിക്കൂർ നമുക്ക് എക്സാം എഴുതാൻ ടൈം കിട്ടും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്താണ് ക്വസ്റ്റ്യൻസ് എന്താണ് നിങ്ങൾ തന്നെ ഒറ്റക്ക് വായിച്ച് എഴുതണം. നിങ്ങൾക്ക് ഡൗട്ടുകളൊക്കെ ക്ലിയർ ചോദിക്കാം. നിങ്ങളെ ക്ലാസ്സിൽ ഇൻവിജിലേറ്റർ ഉണ്ടാവുമല്ലോ, ഓൾറെഡി ഡൗട്ട്സുകളും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തായാലും ചോദിക്കണം കേട്ടോ. പക്ഷെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒറ്റക്ക് തന്നെ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താണ് പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് എന്താണ് ഈസി ആയിട്ട് എക്സാം എഴുതാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം കേട്ടോ. അതോടൊപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ എക്സാമിന് പഠിക്കേണ്ട മെയിൻ ആയിട്ടുള്ള ഭാഗങ്ങൾ അതുകൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണാം കേട്ടോ. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ അതോടൊപ്പം നിങ്ങൾ എന്താണ് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളെ പേര് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക കേട്ടോ. നിങ്ങൾ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ളത് നിങ്ങളെ റീഡിങ് കപ്പാസിറ്റി, നിങ്ങളെ റീഡിങ് സ്കില്ല് വളർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആട്ടോ. അപ്പം ആദ്യം എന്താ നമ്മളെ ക്വസ്റ്റ്യൻസ് എന്താണ് അറബിക്കിലും ഉണ്ടാവും ഇംഗ്ലീഷിലും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അറബി വായിച്ചിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ തൊട്ടപ്പുറത്ത് എന്തുണ്ട് ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, അപ്പം വായിക്കുമ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഏകദേശം മനസ്സിലാവും എന്താണ് ക്വസ്റ്റ്യൻ എന്നുള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. ഇഖ്റഉൽ ഫിക്റ വഖ്തർ സ്വഹീഹ്. ഓക്കെ, അതിന് നമ്മൾ ഇംഗ്ലീഷ് വായിച്ചു നോക്കാം. റീഡ് ദ പാരഗ്രാഫ് ആൻഡ് ചോയ്സ് ദ കറക്റ്റ് ആൻസർ. റീഡ് ദ പാരഗ്രാഫ് ആൻഡ് ചോയ്സ് ദ കറക്റ്റ് ആൻസർ. അപ്പം ആദ്യം നമ്മളോട് പറഞ്ഞത് റീഡ് ഇഖ്റ അല്ലേ, വായിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഏത് പാരഗ്രാഫ് അല്ലേ, ഫിക്റ. ഈ ഒരു ഫിക്റ വായിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പം നമുക്ക് ആ ഫിക്റ ഒന്ന് വായിച്ചു വെക്കാം. അക്കലൽ ഹസനു തുഫാഹത്ത് തുഫാഹത്തുൽ ഹംറാ ഷരീബ കോബൽ മാൻ സുമ്മ ലായിബ ബിൽ ഖുറത്ത് ഫിൽ ഹദീഖത്ത്. ഓക്കെ, നമ്മൾ റീഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ എന്തായാലും എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു സെന്റൻസ് വായിക്കണം. വായിച്ചാലേ നമുക്ക് ഇതിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് കറക്റ്റ് ആൻസർ മാർക്ക് ചെയ്യാനാണ് പറഞ്ഞത് അല്ലേ. അപ്പൊ നമുക്ക് എന്താണ് ഇതിന്റെ അർത്ഥം എന്താണ്? അക്കലൽ ഹസൻ തുഫാത്തുൽ ഹംറാ. ഹസൻ എന്ത് കഴിച്ചു? റെഡ് കളറിലുള്ള ഒരു ആപ്പിൾ കഴിച്ചു. ഷരീബ കോബുൽ മാ അല്ലേ, എന്താണ് ഒരു കപ്പ് വെള്ളവും കുടിച്ചു. സുമ്മ ലായിബ, അതിനുശേഷം എന്താണ് കളിച്ചു. ലായിബാണ് കളിച്ചു. ബിൽ ഖുറത്ത് അല്ലേ, എന്തുകൊണ്ടാണ് ഫുട്ബോൾ കൊണ്ട് കളിച്ചു. ഫിൽ ഹദീഖത്ത്, എവിടുന്നാണ് അല്ലെ, അവിടെ ഓരോ മുറ്റത്ത് തോട്ടത്ത് നിന്നാണ് കളിച്ചു എന്നുള്ളതാണ് ഈ ഒരു സെന്റൻസിൽ പറഞ്ഞത്. അപ്പൊ നമ്മൾ ഈ ഒരു സെന്റൻസ് വായിച്ചപ്പോൾ നമുക്ക് ഏകദേശം അർത്ഥം കിട്ടും. ഇനി നിങ്ങൾക്ക് അർത്ഥം കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് ഇതിന് ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ. അതെങ്ങനെയാന്നുള്ളത് പറഞ്ഞുതരാം. അപ്പൊ ആദ്യം നമുക്ക് അർത്ഥം മനസ്സിലായിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ആൻസർ ചെയ്യാന്നുള്ളത് പറയാം കേട്ടോ. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മാതാ അക്കല ഹസൻ. മാതാ എന്താണ് വാട്ട്, അക്കല മീൻസ് ഈറ്റ് അല്ലെ, എന്താണ് കഴിച്ചത്. ഹസൻ എന്താണ് കഴിച്ചെന്ന ക്വസ്റ്റ്യൻ. അപ്പം അക്കല ഹസൻ തുഫാത്തുൽ ഹംറ അല്ലെ, റെഡ് ആപ്പിൾ അല്ലെ, റെഡ് ആപ്പിൾ ആണ് ആര് കഴിച്ചിട്ടുള്ളത് അല്ലെ. ഹസൻ എയ്റ്റ് റെഡ് ആപ്പിൾ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ റെഡ് ആപ്പിൾ ആണ്. അപ്പം എന്താ കഴിച്ചത്? ഇവിടെ ഓപ്ഷനിൽ എന്തൊക്കെ ഉണ്ട്? തുഫാഹത്ത് ഉണ്ട്, ബുർത്തുക്കൽ. തുഫാഹത്ത് ആണ് ആപ്പിള്, ബുർത്തുക്കലാണ് ഓറഞ്ച്. അപ്പൊ എന്താണ് കഴിച്ചിട്ടുള്ളത്? തുഫാഹത്താണ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, തുഫാഹത്ത് ടിക്കിട. ഓക്കെ, മാലോന് തുഫാഹത്ത് അല്ലെ. വാട്ട്സ് ദ കളർ ഓഫ് ആപ്പിൾ. ആപ്പിളിന്റെ കളർ എന്താ ചോദിച്ചത്? കളർ എന്താണ്? അൽഹംബ്ര അല്ലെ, റെഡ് കളറാണ് അല്ലെ. അപ്പൊ ഇവിടെ രണ്ട് ഓപ്ഷൻ കൊടുക്കും. അൽ ബൈല വൈറ്റ് കളർ, അൽഹംബ്ര ഏതാണ് റെഡ് കളർ. അടുത്ത് മാതാ ഷരീബ ഹസൻ അല്ലെ, ഹസൻ എന്താണ് കുടിച്ചത്? എന്താ കുടിച്ചിട്ടുള്ളത്?
ശരി, നമ്മളിങ്ങനെ സെന്റൻസ് ഇങ്ങനെ വായിക്കുന്ന സമയത്തല്ലേ അക്കൽ ഹസൻ തുഫാഹ അൽ ഹംറായ് ഷരീബ കോബുൽ മാ അല്ലെ, എന്താ കഴിച്ചിട്ടുള്ളത്, കുടിച്ചിട്ടുള്ളത് അല്ലെ, ഒരു കപ്പ് വെള്ളം കുടിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ് ഷായ കൊടുത്തിട്ടുണ്ട്, മാ കൊടുത്തിട്ടുണ്ട്. എന്താ ഇവിടെ മാ ആണുള്ളത് അല്ലെ, മാ ടിക്കട. അതാണ് ശരി ആൻസർ. അയിന ലായിബ ഹസൻ, ഹസൻ എവിടുന്നാണ് കളിച്ചതെന്നാണ് ചോദിച്ചത് അല്ലെ. അതുപോലെ കൊടുത്ത് സുമ്മ ലായിബ ബിൽ ഖുറത്ത് അല്ലെ, ഫുട്ബോൾ കളിച്ചു. ഫിൽ ഹദീഖത്ത്, തോട്ടത്തിന്റെ കളിച്ചത്. ഓപ്ഷനിൽ ഫിൽ ഹദീഖത്തുണ്ട്, ഫിൽ മൈതാൻ, ഏതാണ് ഫിൽ ഹദീഖത്താണ്. ബിമാദാ ലായിബ ഹസൻ, ഹസൻ എന്തുകൊണ്ടാണ് കളിച്ചതെന്നുള്ളതാണ്. എന്ത് ഗെയിമാണ് കളിച്ചത്, ബിൽ ഖുറത്ത്, ഫുട്ബോൾ കൊണ്ടാണ് ഹസൻ കളിച്ചിട്ടുള്ളത്. അപ്പൊ അതാണ് അല്ലെ ബിൽ ഖുറത്ത് എന്ന് അവർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ആൻസർ ചെയ്യുക. ഇനി നമുക്ക് ഇതിന്റെ അർത്ഥം ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ ആൻസർ ചെയ്യാം അല്ലെ. ചിലപ്പോൾ ഈ സെന്റൻസ് ആയിരിക്കില്ല കൊടുക്കുക, ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ള സെന്റൻസുകളൊക്കെ ആയിരിക്കും കൊടുക്കുക. ഇതിൽ ഓൾറെഡി നിങ്ങൾക്ക് പരിചയമുള്ള കുറേ കാര്യങ്ങളുണ്ട് അല്ലെ. തുഫാത്ത് നിങ്ങൾക്ക് അറിയാം, അക്കല നിങ്ങൾക്ക് അറിയാം, ഹംറ നിങ്ങൾക്ക് അറിയാം, ഷരീബ് അറിയാം, മാ അറിയാം, അങ്ങനെ ലായിബ എന്നുള്ളതിന്റെ അർത്ഥം അറിയാം, ഖുറത്ത് ഹദീഖത്തൊക്കെ നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു അർത്ഥം മനസ്സിലുണ്ടാവും. പക്ഷെ ഇതല്ലാതെ ഒരു ബുദ്ധിമുട്ടുള്ള സെന്റൻസ് കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ഇത് നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റിനും ആൻസർ ചെയ്യാം കേട്ടോ, ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചാലും കേട്ടോ. അപ്പം അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മൾ മുൻപത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വരച്ചു, ഞാൻ ഒന്നുകൂടി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഷെയർ ചെയ്യുന്നുണ്ട്. ആ ക്വസ്റ്റ്യനിലും ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ അത് വായിക്കുമ്പോഴും ഒക്കെ അതിന് ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എങ്ങനെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്, എന്നാലും ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞുതരാം കേട്ടോ. അല്ലെങ്കിൽ ആബ്സെന്റ് ആയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൂടിയ ഉപകാരം കേട്ടോ. അപ്പം നമ്മളെന്താണ് എന്തായാലും ഇത് സെന്റൻസ് വായിക്കണം കേട്ടോ. മെയിനായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളെ റീഡിങ് സ്കിൽ വർദ്ധിപ്പിക്കാനാണ്. ഇത് മനസ്സിലാക്കുന്നുള്ളതല്ല, ഈ ഒരു സെന്റൻസ് റീഡ് ചെയ്ത് അതെന്താ മനസ്സിലാക്കുന്നുള്ളത് അതിന്റെ മെയിനായിട്ട് ഉദ്ദേശം. അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. മാതാക്കല ഹസൻ, നമുക്ക് അതിന്റെ അർത്ഥം കിട്ടിയില്ല. ഈ സെന്റൻസിന്റെ അർത്ഥം നമുക്ക് മനസ്സിലായിട്ടില്ല, ഈ ക്വസ്റ്റ്യന്റെ അർത്ഥം മനസ്സിലായിട്ടില്ല. നേരെ ഓപ്ഷൻ നോക്കാം. എന്തൊക്കെ ഓപ്ഷനില്, തുഫാഹത്ത്, ബുർത്തുകാല് അല്ലെ. അപ്പൊ ഇതില് ഈ ഒരു സെന്റൻസ് വായിച്ചു നോക്കാം. അപ്പൊ ഇതില് ഇങ്ങനെ വായിക്കുന്ന സമയത്ത് നമുക്ക് തുഫാഹത്ത് കാണുന്നുണ്ട്, എന്ത് കാണില്ല, ബുർത്തുകാല് ഇതിൽ വായിച്ചു നോക്കി. ബുർത്തുകാൽ എവിടെയെങ്കിലും കാണുന്നുണ്ടോ, ഈ സെന്റൻസിൽ ഇല്ല. അപ്പൊ നമുക്ക് ഉറപ്പായി എന്താണ് ഉത്തരം, തുഫാഹത്ത് എന്നുള്ളത്. അല്ലെ ഇങ്ങനെ ഒരു സെന്റൻസിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആൻസർ എവിടെ ഉണ്ടാവും, ഈ ഒരു സെന്റൻസിൽ ഉണ്ടാവും. അപ്പം ഈ സെന്റൻസിൽ എന്ത് മാത്രമേ ഉള്ളൂ, തുഫാഹത്ത് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായിരിക്കും, നമുക്ക് ഉറപ്പായി തുഫാഹത്താന്നുള്ളത് കിട്ടിയല്ലോ. തുഫാഹത്ത് ടിക്കിട. മാ ലോന് തുഫാഹത്ത്, നമുക്ക് അർത്ഥം മനസ്സിലാവും, കാരണം ലോനൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇനി നമുക്ക് അർത്ഥം മനസ്സിലായിട്ട് ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ ആയിരിക്കുമല്ലോ, വേറെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ, ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ നമ്മൾ എങ്ങനെ നോക്കുക, നേരെ ഓപ്ഷനിൽ പോയി നോക്കാം. ഓക്കെ, അപ്പൊ ഓപ്ഷനിൽ ബൈലാ ഉണ്ട് നോക്കാം. ആദ്യം എന്താ വായിക്കുക, ബൈലാ ഇങ്ങനെ വായിച്ചു. ഇതിൽ ഈ സെന്റൻസ് ഒന്നുകൂടി വായിച്ചു വെക്കുക. വായിച്ചു വെക്കുന്ന സമയത്ത് ബൈലാ ഉണ്ടോ, ഇല്ല. അടുത്ത അൽ ഹംറ എന്നാണ്. ഈ അൽ ഹംറ എന്നുള്ള എവിടെയെങ്കിലും ഉണ്ടോക്കി, ഇതാ ഇവിടെ അൽ ഹംറ കണ്ടില്ലേ, ഹംറ ഉറപ്പായി അല്ലെ. ഇതിലില്ല, ഇത് ഇവിടെ ഉണ്ട് അല്ലെ, ഇതിലുണ്ട്, ഉറപ്പായി. അപ്പൊ നേരെ ടിക്കിട. അതേപോലെ എന്താണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, മാതാ ഷരീബ ഹസൻ. ഓക്കെ, നമുക്ക് അർത്ഥം മനസ്സിലായിട്ടെങ്കിൽ നേരെ എന്താണ് ഓപ്ഷനിൽ നോക്കുക. ഷായ ഇതിലൂടെ ഉണ്ടാക്കി, ഷായ ഉണ്ടോ, ഇല്ല. അടുത്ത് മാ ഉണ്ടോക്കി, മാ ഉണ്ടല്ലേ, ഏതാ മാന്ന് ഉറപ്പായി. അപ്പൊ എന്താണ് മാവിന് നേരെ ടിക്കിട. അടുത്ത് അതിന്റെ ലായിബ ഹസൻ. അപ്പൊ എന്താണ് ഓപ്ഷൻ നോക്കുക, ഹദീഖത്ത് ഉണ്ട് നോക്കുക അല്ലെ. അക്കല ഹസൻ തുഫാഹത്ത് അൽ ഹംറായ് ഷരീബ കോബുൽ മാൻ സുമ്മ ലായിബ ബിൽ ഖുറത്തു ഫിൽ ഹദീഖത്ത്. ഹദീഖത്ത് ഉണ്ട് അല്ലെ. അപ്പൊ ഹദീഖത്ത് ടിക്കിടുക. അപ്പൊ ഹദീഖത്ത് ടിക്കിടുന്നതിന് മുമ്പ് അടുത്തത് നോക്കണം കേട്ടോ. ഫിൽ മൈതാൻ ഉണ്ടോ നോക്കുക. ഫിൽ മൈതാൻ ഉണ്ടോ, ഇല്ലല്ലേ. അപ്പൊ എന്താണ് ഉറപ്പായിട്ടും ഫി ഹദീഖത്താണ്. അപ്പൊ നമ്മൾ എന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ പലതവണ വായിക്കും. അത് തന്നെയാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ ഉദ്ദേശം കേട്ടോ. നമ്മൾ വായിക്കാനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അടുത്തെന്താണ് ബി മാത ലായിബ ഹസന് എന്താണ് കളിച്ചെന്നുള്ളതാണ്. അപ്പൊ ഓപ്ഷനിൽ എന്തുണ്ട്, ബിൽ ഖുറത്തുന്നുണ്ട്, ബിൽ മില്ലറബ് എന്നുണ്ട്. മില്ലറബ് പറഞ്ഞാൽ ക്രിക്കറ്റ് ആട്ടോ, ബാറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ബി ഖുറത്തുണ്ട് എന്നുള്ള ചെക്ക് ചെയ്യുമ്പോൾ തന്നെ ലാസ്റ്റിൽ ബിൽ ഖുറത്തുന്നുണ്ട്, മില്ലറബ് ഉണ്ടോ, ഇല്ല. അപ്പൊ ഉറപ്പായി ബി ഖുറത്തുന്നുള്ളത്. അപ്പോൾ ഈ ഒരു രൂപത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും, കാരണം നിങ്ങളുടെ റീഡിംഗ് സ്കില്ല് വർദ്ധിപ്പിക്കാൻ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ആവശ്യമാണ്. അപ്പൊ എന്തായാലും ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്താണ് നന്നായിട്ട് സെന്റൻസ് വായിക്കുക, ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക, ആൻസർ ചെയ്യുക. ഇനി ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഓപ്ഷൻ നോക്കുക. ഓപ്ഷനിൽ ഈ ഒരു സെന്റൻസിൽ ഉള്ള കാര്യം ഈ ഒരു ഓപ്ഷനിൽ ഉണ്ടോ നോക്കുക. അപ്പൊ ആ ഉള്ളത് എന്താണ് നിങ്ങൾ ടിക്ക് ഇടുക കേട്ടോ. അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ്. ഇത് വളരെ സിമ്പിൾ ആണ് അല്ലെ. നിങ്ങൾ ഇമേജ് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്താന്നുള്ളത്. അപ്പൊ ആദ്യത്തത് സമക്ക് നമുക്ക് എന്താന്നുള്ളത് അറിയാം. എന്താണ് ഫിഷ്. നേരെ ഫിഷിന് നേരെ വരക്കാം.
ഫറാഷത്തുൻ ജമീലത്തുൻ ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ അല്ലേ. ബട്ടർഫ്ലൈ ഫറാഷത്ത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണെന്നില്ല അല്ലേ. ഫറാഷത്തിന് നേരെ എടുക്കാം. ഹയവാനുൻ കബീർ ബിഗ് അനിമൽ. ഇതിലേതാ ബിഗ് അനിമൽ അല്ലേ. നമ്മൾ നോക്കാൻ പറ്റും നമുക്കറിയാം ഏറ്റവും വലിയ അനിമൽ എന്താണ്, ഫീല എന്നുള്ളത്. എലിഫന്റ് എന്നുള്ളത് നമുക്കറിയാം. നേരെ ഹയവാൻ കബീർക്ക് വരിക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇമേജ് ചിലപ്പം ക്ലിയർ ഇല്ലാത്ത ഇമേജ് ഒക്കെ വരികയാണെങ്കിൽ അപ്പുറത്ത് ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ടാവും എലിഫന്റ് എന്നുള്ളത് കേട്ടോ. ഓക്കെ. അപ്പൊ ഇഷാറത്തുൽ മറൂർ നമുക്കറിയാം, അങ്ങനെ ഒരു പാഠം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു പാഠത്തിന് ഹെഡിങ് ഇഷാറത്തുൽ മറൂർ അല്ലേ. എന്താ ഇഷാറത്തുൽ മറൂർ എന്താണ് അല്ലെ, ട്രാഫിക് സിഗ്നലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ നാദിൽ ആരാണ്, വെയിറ്റർ നമുക്കറിയാം. ഈ സെറ്റിങ്ങൾ ചെയ്തൂടെ. അടുത്തത് ഇതും വളരെ സിമ്പിൾ അല്ലേ അല്ലെ, മൗക്കുലാത്ത് മഷ്റൂബാത്ത്. മൗക്കുലാത്ത് എന്താണ്, ഫുഡ് ഐറ്റംസ്. മഷ്റൂബാത്ത് ഡ്രിങ്ക്സ് അല്ലെ. അപ്പം നമുക്ക് എന്താണ്, ആദ്യം നമുക്ക് മഷ്റൂബാത്ത് ചെയ്യാം, അതാണ് നമുക്ക് എളുപ്പം. മൗക്കുലാത്ത് കാരണം മൗക്കുലാത്ത് കുറേ പഠിക്കാനുണ്ട്. മഷ്റൂബാത്ത് കുറച്ച് പഠിച്ചാൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. മഷ്റൂബാത്ത് പഠിച്ചാലേ നമുക്ക് എന്താണ് മൗക്കുലാത്ത് ആൻസർ ചെയ്യാം. അപ്പൊ ആദ്യം മഷ്റൂബാത്ത് പറയാം. മഷ്റൂബാത്ത് ഡ്രിങ്ക്സ്, ജ്യൂസുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കുടിക്കുന്നത് കേട്ടോ. അപ്പം ജ്യൂസിന് എന്താ അറബി പറയാ, അസീർ അല്ലെ. അപ്പൊ അസീർ വെച്ച് എന്ത് വന്നാലും എന്താണ് എവിടെ എഴുതാ, മഷ്റൂബാത്തിൽ എഴുതാ. അസീർ ലൈമൂണ് അല്ലെ, അസീർ തുഫാത്ത്, അസീർ പുർത്തുകാല്, അസീർ മാഞ്ച, അങ്ങനെ എല്ലാ ഫ്രൂട്ട്സുകളെ പേരും വെച്ച് അസീർ അല്ലെ. പല പലതരം ജ്യൂസുകളില്ലേ, അസീർ ലൈമൂണ്, ഇതൊക്കെ എന്താണ് വരികയാണെങ്കിൽ എന്താണ് മഷ്റൂബാത്തിലെ വരിക, എന്ത് അസീറുകൾ ഉണ്ടെങ്കിലും. അപ്പൊ നമ്മൾ നോക്കാം, ഇതിൽ അസീർ ലൈമൂൺ ഉണ്ട്, പിന്നെ അസീറുകൾ ആദ്യം എഴുതാട്ടോ. അസീർ പുർത്തുകാലുണ്ട് അല്ലെ, അസീർ ലൈമൂൺ ലൈം ജ്യൂസ്, അസീർ പുർത്തുകാലാണ് ഓറഞ്ച് ജ്യൂസ്. പിന്നെ ഇവിടെ അസീറില്ല, അസീർ മാഞ്ച അല്ലെ, മാംഗോ ജ്യൂസ്, മാഞ്ച അല്ലെ മാംഗോ ജ്യൂസ്. അപ്പോൾ ഒക്കെ എന്താണ് മഷ്റൂബാത്തിലെ വരിക. അപ്പൊ നിങ്ങൾക്ക് ഇത് മഷ്റൂബാത്ത് ഡ്രിങ്ക്സ് എന്നുള്ളെങ്കിൽ ഇങ്ങനെ ആലോചിക്കുക അല്ലെ. മഷ്റൂബാത്തിൽ റാ ഉണ്ട് അല്ലെ, ഡ്രിങ്ക്സിൽ ഒരു ആറുണ്ട് ഉണ്ടല്ലോ, അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. ഡ്രിങ്ക്സിൽ ആറുണ്ട്, മഷ്റൂബാത്തിലൊരു റാ അല്ലെ, ആറ് പോലത്തെ ഒരു റാ ഉണ്ട് അല്ലെ. അപ്പൊ അത് അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പൊ ഇത് മൗക്കുലാത്ത് ഉറപ്പായിട്ട് ഫുഡാന്നുള്ളൊരു ഓർത്ത് വെക്കാലോ. ഞാൻ കാരണം നിങ്ങൾ മനസ്സിൽ നിൽക്കില്ലെങ്കിലുള്ള ട്രിക്ക് പറഞ്ഞു കേട്ടോ. ഓൾറെഡി മനസ്സിലായവര് ആ ഒരു കാര്യം ആലോചിക്കണ്ട. മനസ്സിലാവാത്ത ആൾക്കാർ എന്താണ്, മഷ്റൂബാത്ത് അല്ലെ, അതിൽ റാ ഉണ്ട്, ഡ്രിങ്ക്സ് അല്ലെ, ഡ്രിങ്ക്സിൽ റാറുണ്ട്, അപ്പൊ മഷ്റൂബാത്ത് ഡ്രിങ്ക്സ് ആണ് അല്ലെ. പിന്നെ അടുത്ത മൗക്കൂലാത്ത് നമ്മളൊക്കെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ക്ലാസ്സിൽ പറഞ്ഞിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ വീഡിയോ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ മതി കേട്ടോ. മൗക്കൂലാത്ത് എന്ന ഫുഡ് അങ്ങനെ മനസ്സിലാക്കി വെക്കട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു അസീറുകളൊക്കെ ഇതിൽ ഇതാ മഷ്റൂബാത്തിൽ ചെയ്താട്ടോ. ആ അസീറിൽ റാ ഉണ്ട്, അങ്ങനെയും പഠിക്കാട്ടോ. അസീർ റാ ഉണ്ടോ, മഷ്റൂബാത്തിൽ റാ, അങ്ങനെയും പഠിക്കാട്ടോ. ഇനി വായിച്ചോക്കെ ഓരോന്ന് കേട്ടോ. അസീർ ലൈമൂൺ, അസീറുകൾക്ക് നമ്മളെ ആദ്യത്തില്ലോ. ഇനി ഓരോന്ന് വായിച്ചോക്കെ. അസീർ ലൈമൂൺ ഇതിന് വായിക്കണ്ട. സമക്കുൽ മഷ്വി, സമക്കാൻ നമുക്കറിയാം എന്താണ് അല്ലെ, മീനാണ്, ഫിഷാണ്. അപ്പൊ എന്നാൽ തിന്നണ സാധനമാണ്. പിന്നെ ഷായ ടീ, നമ്മൾ കുടിക്കുന്ന ഷായ തന്നെ കേട്ടോ. അപ്പൊ ഷായ എവിടെ വരിക, മഷ്റൂബാത്തിൽ വരും. ഓക്കെ, ഷായ എവിടെ വരും, മഷ്റൂബാത്തിൽ നേരെ എഴുതാട്ടോ. അടുത്ത് റുസ് ആണ് റൈസ് അല്ലെ, പഠിക്കാൻ സിമ്പിൾ. റുസ് റൈസ് സിമ്പിൾ അല്ലേ. അപ്പം റൈസ് നമ്മള് കുടിക്കലല്ലോ, കഴിക്കലല്ലേ. അപ്പൊ അത് ഇവിടെ വരിക അല്ലെ. പിന്നെ അടുത്ത ഹലീബാണ് എന്താണ്, മിൽക്ക് നമ്മൾ കുടിക്കലല്ലേ, അപ്പൊ ഇവിടെ വരും, മഷ്റൂബാത്തിൽ വരും കേട്ടോ. അപ്പൊ ഹലീബും മഷ്റൂബാത്തിലെ വരിക. പിന്നെ ദജ്ജാജുൽ മക്ലി, ദജ്ജാജത്ത് എന്താ നമുക്കറിയാം, ചിക്കൻ എന്നുള്ള. അപ്പം ദജ്ജാജുൽ മക്ലി എന്തെങ്കിലും ഫ്രൈഡ് ചിക്കൻ, അത് നമ്മൾ കഴിക്കലല്ലേ. പിന്നെ ഹുബസ് ബ്രെഡ്, പിന്നെ സലത്തുൽ ഹലാർ വെജിറ്റബിൾ സലാഡ് അല്ലെ. സലത്തുൽ ഫവാക്കി നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫ്രൂട്ട് സലാഡ് ഒക്കെ നമ്മൾ ക്ലാസ്സിൽ ഉണ്ടാക്കിയില്ലായിരുന്നോ. അപ്പൊ സലത്തുൽ ഹലാർ മീൻസ് എന്താണ്, വെജിറ്റബിൾ സലാഡ് കേട്ടോ. സലത്തുൽ ഫവാക്കി കൊടുത്താണെങ്കിൽ ഫ്രൂട്ട് സലാഡ് കേട്ടോ. അപ്പം ചിലപ്പം അതും കൊടുക്കാൻ സാധ്യതയുണ്ട്, നമ്മൾ ഇവിടെ പഠിച്ചതായതുകൊണ്ട്. അപ്പം അത് സലത്തത്ത് എന്ന് വെച്ചാൽ സലാഡാണ്, അങ്ങനെ പഠിച്ചാൽ മതി കേട്ടോ. അപ്പൊ ഏതൊക്കെയാണ്, അസീറു ലൈമൂണ്, ഷായ, അസീർ പുർത്തുകാൽ, ഹലീബ്, അസീർ മാഞ്ച, ഈ ഒരു കാര്യങ്ങൾ ഇവിടെ വരും. മഷ്റൂബാത്തിൽ വരും. ബാക്കിയുള്ളതോ, സമക്കുൽ മഷ്വി പറഞ്ഞാൽ എന്താണ്, നമ്മളെ ഫിഷ് ഫ്രൈ അല്ലെ, ഫിഷ് ഫ്രൈ നമ്മൾ കഴിക്കലിന് മൗക്കുലാത്തിലെ വരിക. റുസ് റൈസ് മൗക്കുലാത്തിലെ വരിക. ദജ്ജാജുൽ മക്കിലി, ദജ്ജാജത്തെ നമുക്കറിയാം ചിക്കൻ എന്നല്ല, ഇത് മക്കിയാണ് ഫ്രൈഡ് ചിക്കൻ, അതും ഇവിടെയാണ് വരിക. ഹുബസ് ബ്രെഡ് ഇവിടെയാണ് വരിക. അപ്പം ആ ഒരു ഫുഡ് മെനു കാർഡ് നമ്മുടെ ബുക്കിലുണ്ട്, ഫുഡ് മെനു കാർഡ് അല്ലേ. ഇങ്ങനെ ഒരു അല്ലെ, കായ്മ താമ് നമ്മൾ പഠിച്ചിട്ടില്ലേ. ഈ ഒരു ഫുഡ് മെനു കാർഡിൽ എന്താണ്, ഓരോ അസീർ പുർത്തക്കാല്, അസീർ ലൈമൂണ് അല്ലെ, ഇവിടെ ഹുബസ് അല്ലെ, ജുബിന് ഹുബസ് ബ്രെഡും എന്താണ്, പിന്നെ നമ്മളെ നെയ്യ്
അല്ലെ ബ്രെഡും ജാമൊക്കെ നമ്മൾ കൂട്ടല്ല, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. റോസ് റൈസ്, ദജാജുൽ മക്രി, നമ്മളെ ഫ്രൈഡ് ചിക്കന്, ഷമുക്കുൽ മഷ്ബി ഫിഷ് ഫ്രൈ, ഹലീബ്, ഇതൊക്കെ ഇവിടെ പഠിക്കണം. സുദ്ദ ഹലാറ്, ഇവിടെ ഈ കാര്യം പഠിച്ചാലേ നമുക്ക് അതിനെ ആൻസർ ചെയ്യാൻ പറ്റൂ കേട്ടോ. ഇത് നന്നായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പം ഇതിന്റെ ആൻസർ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യട്ടെ. ആൻസർ എഴുതിയിട്ടുള്ള ഒരു PDF ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതിന്റെ ആൻസർ ചെയ്ത് അപ്പോൾ ഇൻഷാല്ല ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാട്ടോ. അപ്പൊ നമ്മൾ ഇതിന്റെ ആൻസറുകളൊക്കെ പറഞ്ഞു. സമക്കുൽ മഷ്ബിലെ റുസ്, ദജാജുൽ മക്കലി, ഹുബ്സ്, സൽത്തുൽ ഹദാർ ഒക്കെ എന്താണ് മക്കൂലാത്താണ്. അസീറുൽ ലൈമൂൻ, അസീറുൽ പുർത്തുക്കാൽ, അസീറുൽ ലൈമൂൻ ഒക്കെ എന്താണ് മഷ്റൂബാത്തിലെ വരെ, ഷായ, ഹലീബ്. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ പറയല്ലേ. ദരികളൊക്കെ സിമ്പിൾ അല്ലേ? അടുത്തതും സിമ്പിൾ ആണ് കേട്ടോ. അടുത്തത് അന ത്വായിറുൻ അല്ലേ, ഐ ആം എ ബേർഡ്. ത്വായിറുൻ ജമീലൻ, ഐ ആം ബ്യൂട്ടിഫുൾ ബേർഡ്. ഓക്കെ, ലീ മിൻകാർ, എനിക്കെന്തുണ്ട്? മിൻകാർ, ചുണ്ടുണ്ട്, വലിയ ചുണ്ടുകളുണ്ട്. ലൗനി അഹ്ലർ, എൻ്റെ കളർ എന്താണ്? മൈ കളർ ഈസ് അഹ്ലർ, എന്താണ്? ഗ്രീൻ കളറാണ്. അപ്പം എന്താണ് അല്ലെ, ബ്യൂട്ടിഫുൾ ആണ്, അതോടൊപ്പം തന്നെ എനിക്ക് ചുണ്ടുകളുണ്ട്, എന്റെ കളർ അഹ്ലറാണ്, പച്ച കളർ മനസ്സിലാവും അല്ലെ. പച്ച കളറിൽ നമ്മൾക്ക് എന്താണ് ഒരു ബേർഡിനെ നമുക്ക് അറിയുള്ളൂ, എന്താണ് അത്? ബബുക ആണ്, പാരറ്റ് ആണ് അല്ലെ. അപ്പൊ എന്താണ് ഉത്തരം വരിക? ബബുക ആണ് ആൻസർ വരിക കേട്ടോ. അപ്പൊ ഒന്നാമത്തെ എന്താണ്? ബബുക ആണ്. അപ്പൊ 1 നേരം മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. 2 അന ഹയവാനുൻ, ഹയവാൻ എന്താണ്? ആനിമൽ അല്ലെ. ഐ ആം എ ആനിമൽ, ഞാനൊരു ആനിമൽ ആണ്. ഹയവാൻ കബീറൻ, ഐ ആം എ ബിഗ് ആനിമൽ. ലി ഹുർത്തും, ഹുർത്തും എന്ന് പറഞ്ഞാൽ നമ്മള് തുമ്പി കൈ ഉണ്ടല്ലോ, എനിക്ക് ഒരു കൈ ഉണ്ട് അല്ലെ, തുമ്പി കൈ ഉണ്ട്. ലൗനി അസ്വദ്, മൈ കളർ ഈസ് ബ്ലാക്ക് അല്ലെ. ഹുർത്തും എന്ന് പറഞ്ഞാൽ നമുക്ക് ഐഡിയ കിട്ടി. തുമ്പി കൈയുള്ള ഒരു ജീവി നമുക്ക് അറിയുള്ളൂ, എന്താണ്? ഫീലാണത് അല്ലെ, എലിഫന്റ് ആണ്. അപ്പൊ 2 എന്താണ്? ഫീലാണ്. ലൗനി അസ്വദ് ബ്ലാക്ക് കളറാണ്, പിന്നെ ഓർപ്പിക്കാം. ഇനി ഹഫീഫ് സുർഅത്ത്, ഹഫീഫ് സുർഅത്ത് എന്താ? സ്പീഡ് കുറക്കാൻ വേണ്ടി പറയാം, സ്ലോ ചെയ്യാൻ വേണ്ടി. എന്തിനാണ് നമ്മൾ സ്പീഡ് കുറക്കണേ അല്ലെ? വണ്ടി നിർത്താൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ നമ്മൾ സ്റ്റോപ്പ് എന്നല്ലേ നമ്മളൊരു വാക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ഗെയിംസ് ഒക്കെ ക്ലാസ്സിൽ കളിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. എന്താണ്? ഖിഫ്, ഖിഫ് നമുക്കറിയാം, സ്റ്റോപ്പ്, സ്റ്റോപ്പ് അല്ലെ. അപ്പൊ അതാണ് അവിടെ ഉത്തരം വരെ കേട്ടോ. അപ്പൊ 3 എന്താണ്? ഖിഫ്, ഖിഫ് കേട്ടോ, സ്റ്റോപ്പ്, സ്റ്റോപ്പ്. അടുത്ത ലൗഉൽ അഹ്മർ, എന്ത് ലൈറ്റ് ആണ്? റെഡ് ലൈറ്റ്. റെഡ് ലൈറ്റ് നമ്മൾ എവിടെ പഠിച്ചത്? ഇഷാറത്തുൽ മറൂർ, ട്രാഫിക് സിഗ്നൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. 3 ലൈറ്റുകൾ ഉണ്ടാവും. ഏതൊക്കെയാണ്? ലൗ അഹ്മർ ഉണ്ടാവും, റെഡ് കളർ ഉണ്ടാവും. ലൗ അഹ്ലർ അല്ലെ, ഗ്രീൻ കളർ ഉണ്ടാവും. ലൗ അസ്വർ, യെല്ലോ കളർ. അങ്ങനെ 3 കളറാണ് ട്രാഫിക് സിഗ്നൽ ഉണ്ടാവുക. അപ്പൊ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. ലൗ അഹ്മർ കൊടുത്തിട്ടുണ്ട്. ഇനി അതിന്റെ വേറെ ഏതെങ്കിലും കളർ ഈ വന്നു നോക്കിയാണ് ഫീല്, ലൗൽ അസ്വർ, ഇതാ യെല്ലോ കളർ ഉണ്ട്. അപ്പൊ ഉറപ്പായി ലൗൽ അസ്വറാന്നുള്ളത്. ഇനി അന ഫി ഹബീബിക്ക, ഞാൻ നിങ്ങളെ പ്രിയപ്പെട്ട ആളാണ് കേട്ടോ. നിങ്ങളെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന ആളാണ്. അന സ്വദീഖുൻ കിതാബ്, ഞാൻ ആരെ ഫ്രണ്ടാണ് അല്ലെ? ഐ ആം ഫ്രണ്ട് ഓഫ് ബുക്ക്, ഞാൻ ബുക്കിന്റെ ഫ്രണ്ടാണ്. അതോടൊപ്പം നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആളാണ്. ആരായിരിക്കും അല്ലെ? ഇനി നമ്മൾ ഒരു ഉത്തരം എഴുതാനുള്ളൂ. ഏത്? ഇത് 4 കേട്ടോ. കലം അല്ലെ, കലമന പെണ്ണ് അല്ലെ, നമ്മൾ എപ്പോഴും ഉപയോഗിക്കണ അല്ലെ പെണ്ണ്. പെണ്ണാണ് ഉത്തരം കേട്ടോ. 5 എന്താണ്? പെണ്ണാണ്. സിമ്പിൾ അല്ലേ? അടുത്ത് നമ്മൾ ഇമേജ് കൊടുത്തിട്ട് ആൻസർ ചെയ്താണല്ലോ കേട്ടോ. സിമ്പിൾ അല്ലേ? നമ്മൾ ഓൾറെഡി വർക്ക് ബുക്കിലും നമ്മളെ PTT എക്സാമിലൊക്കെ നമ്മൾ ചെയ്തതാണ്. മോഡൽ എക്സാമിന് നമ്മൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്താണ് ഈ സെന്റൻസിൽ എന്താണ് കൊടുത്തിട്ടുണ്ട്? എന്ത്? ആ ഒരു ക്യാരക്ടറിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നേരെ സെന്റൻസ് എടുത്ത് എഴുതിയാൽ മതി. ഒന്നാമത്തെ യേക്കുൽ അർണബു അൽ ജസർ. യേക്കുലു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാ? ഈറ്റ് അല്ലെ, കഴിക്കാണ്, കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല അർണബ്, അർണബ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അൽ ജസർ എന്താ? ക്യാരറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അർണബ്, ഇതിലൂടെ അർണബ് ഉള്ളത് അത് അവിടെ അർണബ് ഉണ്ട് കേട്ടോ. പിന്നെ ക്യാരറ്റ് അല്ല ജസർ, ക്യാരറ്റ് തിന്നുകൊണ്ടിരിക്കുകയാണ് അർണബ് അല്ലെ. അപ്പം ഇവിടെ എന്താ വരിക? യേക്കുലു അൽ അർണബു അൽ ജസർ. സിമ്പിൾ അല്ലേ? അപ്പം ഇത് എത്രാമത്താണ് വരിക? 5-ാമത്താണ് കേട്ടോ. അടുത്ത അന സമുക്കൻ കബീറൻ. കബീർ നമുക്കറിയാം, വലുത്, ബിഗ് അല്ലെ. അന സമുക്കൻ കബീറൻ, ഐ ആം എ ബിഗ് ഫിഷ്, ഞാൻ എന്താണ്? വലിയ മീനാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഫിഷ് ആരാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ബ്ലൂ വെയിൽ അല്ലെ. ബ്ലൂ വെയിൽ എന്താ അറബി പറയാ? ഹൂത്ത് അല്ലെ.
ഹൂത്ത് ഇതിലോട്ടുള്ള അതാ അവിടെ ഉണ്ട് ഹൂത്ത് ഇതാ. അപ്പൊ രണ്ടാമത്തെ എന്താണ് ഇതാ രണ്ടാമത്തെ തന്നെയാണ് കേട്ടോ. എഴുതുന്നുണ്ട് കേട്ടോ. അടുത്ത നാക്കത്ത് സാലിഹ് നബിന്റെ ഒട്ടകം. നാക്കത്ത് പറഞ്ഞാൽ നമുക്കറിയാം ഫീമെയിൽ ക്യാമലാണ്, ഷീ ക്യാമല്. അപ്പം ഇതിലൂടെ ഒട്ടകം നാക്കത്ത് സാലിഹ്. അപ്പൊ മൂന്നെന്താണ് മൂന്നാമത്തെ തന്നെയാണ് 3 കേട്ടോ. 3 കേട്ടോ. അടുത്ത അന ത്വായിറൻ അല്ലേ, അന ത്വായിറൻ അല്ലെ, ഐ ആം എ ബേർഡ്. സൗത്തി കാക്ക, മൈ സൗണ്ട് ഈസ് കാക്ക അല്ലെ, എന്റെ സൗണ്ട് എങ്ങനെയാണ് കാക്ക എന്നുള്ളതാണ്. ആരാണ് ഇതാ അല്ലെ, ഒരു ബേർഡ് ഇതിലുള്ളൂ അല്ലെ. അപ്പോ നമുക്ക് ഉറപ്പായി ആരാന്നുള്ള ഇതാണ്. ഇതാരാണ് ഉറാബ കേട്ടോ, നമ്മളെ ക്രൗ ആണ് കേട്ടോ. അപ്പൊ ഇവിടെ എന്താണ് അന ത്വായിറൻ സൗത്തി കാക്ക എന്നുള്ളത് ഇവിടെ നിങ്ങളെ ഇത് കേട്ടോ. അപ്പം 4മത്തെ എന്താണ് അടുത്ത് തേഹുദുമായ വറക്കത്ത്. തേഹുദ് പറഞ്ഞാൽ എടുക്കുക, ടേക്ക് അല്ലെ, എടുക്കുകയാണ്. മായ പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ പേരാണ്. വറക്കത്തിന്റെ പേപ്പർ. അപ്പൊ അതാ ഈ ഒരു ഇമേജ് ആണ് മായ. നമ്മള് ഇതൊക്കെ ഉണ്ടാക്കില്ലേ പേപ്പർ കൊണ്ട് എന്താണ് സമ്മക്കും ഫറാഷത്തൊക്കെ ഉണ്ടാക്കിയില്ലായിരുന്നോ, അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ആരാണ് ഉണ്ടാക്കിയിരുന്നത്? മായാണ് ഉണ്ടാക്കിയല്ലേ. മായ നമുക്ക് പഠിപ്പിച്ചു തരാണ്. അപ്പൊ ആ ഒരു ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ മായ എന്താണ് പേപ്പർ എടുത്തു. അത് ഏതാ ഇമേജ്? ഇതാണ് അല്ലെ. അതിന്റെ നേരെ എന്താണ് ഇതട്ടോ. അപ്പം ഇതെന്താണ് ഇവിടെ നിങ്ങൾ എന്താണ് ആൻസർ ആക്കിയത് കേട്ടോ. ഇനി അടുത്ത നമ്മളെന്താണ് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ നോട്ടിലും എഴുതിയിട്ടുണ്ട് അല്ലെ. ഖുർആനിൽ മെൻഷൻ ചെയ്തിട്ടില്ല അല്ലെ. നക്തുബു പറഞ്ഞാൽ നമുക്ക് എഴുതാം. ഹംസ എത്ര 5 അല്ലെ. 5 അസ്മാ മീൻസ് നെയിംസ്. അൽ ഹയവാനാത്ത് എന്തിന്റെ പേരുകളാണ്? ഹയവാനാത്ത് ആനിമൽസിന്റെ. അല്ലത്തി വറദത്ത് ഫിൽ ഖുർആൻ അല്ലെ, ദാറ്റ് മെൻഷൻഡ് ഇൻ ഖുർആൻ അല്ലെ. ഖുർആനിൽ മെൻഷൻ ചെയ്തിട്ടുള്ള അല്ലെ 5 അനിമൽസിന്റെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. റൈറ്റ് 5 അനിമൽസ് നെയിം മെൻഷൻ ഇൻ ദ ഖുർആൻ അല്ലെ. ഖുർആനിൽ മെൻഷൻ ചെയ്തിട്ടുള്ള 5 അനിമൽസിന്റെ പേരാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചതല്ലേ, നമ്മളെ ആക്ടിവിറ്റി ബുക്കിൽ എന്താണ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മള് ഓൾറെഡി എന്താണ് ആക്ടിവിറ്റി ബുക്കിൽ ചെയ്തൊരു വർക്ക് തന്നെയാണ് അല്ലെ. നമ്മൾ അസൈൻമെന്റ് ഒക്കെ നമ്മൾ ചെയ്തില്ലായിരുന്നോ ഖുർആനിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ആനിമൽസിന്റെ പേരുകൾ. അപ്പൊ ഓൾറെഡി നമ്മൾ കേട്ട് പരിചയമുള്ള ആനിമൽസ് തന്നെയാണ് ഉണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് 2 രീതിയിൽ ചോദിക്കുന്നത്. ഒന്നിപ്പോ നമ്മളിപ്പം ചോദിച്ച ക്വസ്റ്റ്യൻ പോലെ എന്താണ് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ആനിമൽസിന്റെ പേര് എഴുതാൻ വേണ്ടി പറയും. രണ്ടാമത് എങ്ങനെ ചോദിക്കുക, കുറെ ആനിമൽസിന്റെ പേര് തരും. അസദ്, അതോടൊപ്പം അർണബ്, ഖൈത്ത്, കൽബ്, അങ്ങനെ കുറെ ആനിമൽസിന്റെ പേര് തരും. എന്നിട്ട് എന്താണ് അതൊന്ന് ഖുർആനിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ആനിമൽസിനെ മാത്രം സെലക്ട് ചെയ്യാൻ വേണ്ടി പറയും. ഞാൻ ഇതിന്റെ കൂടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലും ഷെയർ ചെയ്യുന്നുണ്ട്. അതായത് 2023-24 വർഷം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. അപ്പം ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചത് അങ്ങനെയാണ്, ആ രൂപത്തിലാണ്. കുറെ ആനിമൽസിന്റെ പേര് കൊടുത്ത് എന്നിട്ട് അതിന് ഖുർആനിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ആനിമൽസിനെ മാത്രം എഴുതാനാണ്. അപ്പം എന്താണ് അപ്പൊ നിങ്ങൾ ഈ ഒരു ആനിമൽസിന്റെ പേര് എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ, എന്നാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഒന്നാമത്തെ നിങ്ങൾക്ക് കുറെ കേട്ട് പരിചയമുള്ള ആനിമൽസിന്റെ പേര് തന്നെയാണ് ഉണ്ടാവുക. ബക്കറത്ത്, സുഹൃത്ത് ബക്കറങ്ങൾ കേട്ടിട്ടില്ലേ? ബക്കറ എന്താണ് കൗ. പിന്നെ ഇബില് നാക്കത്ത് അല്ലെ. ഇബിലി കൈഫ ഖുലിഖത്ത് എന്നൊരു ആയത്ത് നിങ്ങൾ അറിയാലോ. ഇബിൽ എന്താണ് ക്യാമലാണ്. നാക്കത്ത് സാലിഹ് ഒരു ഒട്ടകം അല്ലെ. 2 വ്യത്യാസം ഉണ്ട് കേട്ടോ. നാക്കത്ത് പറഞ്ഞാൽ ഫീമെയിൽ ക്യാമലാണ്, ഷീ ക്യാമലാണ്. ഇബിൽ പറഞ്ഞാൽ ക്യാമല്, മെയിൽ ക്യാമലും. പിന്നെ കബിഷു ആനമ് പറഞ്ഞതാണ് ഷീപ്പ് അല്ലെ, ഗോട്ട്, നമ്മളെ ആടിനാണ് പറയാം. പിന്നെ ഫീല് അല്ലെ, എലിഫന്റ്. സുഹൃത്ത് ഫീലിംഗ് കേട്ടില്ലേ? അലന്തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. നിങ്ങൾക്ക് സുഹൃത്ത് ആയത്ത് കേട്ടിട്ടില്ലേ? അതിൽ തന്നെ ഫീല് പറയുന്നുണ്ട്, ആനകളെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ദിയാബ് വോൾഫിനെ കുറിച്ച് പറയുന്നുണ്ട്. ഹൂത്ത് അല്ലെ, ഹൂത്ത് വെയിൽ അല്ലെ, നമ്മളെ ബ്ലൂ വെയിലാണ്. കൽബ് ഡോഗ്, ഹിമാറൻ എന്താണ് ഡോങ്കി. അപ്പൊ ഈ പേരുകൾ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. പിന്നെ അപ്പൊ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഈ നഹ്ലത്ത് അല്ലെ, ഫറാഷത്ത് ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടല്ലേ ചോദിക്കും നിങ്ങൾ അല്ല. അതെന്താണ്? അത് അനിമൽസ് അല്ല, അത് ഇൻസെക്റ്റുകൾ. നമ്മൾ അടിയിൽ വേറെ പഠിക്കുന്നുണ്ട് അല്ലെ. നംലത്ത് നഹലത്ത് ഒക്കെ അടിയിൽ വേറെ പഠിക്കുന്നുണ്ട്. അപ്പം അത് ഇതിലെ വരിക ഇൻസെക്റ്റുകളെ ലിസ്റ്റുകളെ വരും കേട്ടോ. ഇവിടെ അനിമൽസിനും അല്ലെ, ഇവിടെ 2 ചോദിച്ചിട്ടുണ്ട്. ഹൈവാനാത്തും ഇൻസെക്റ്റും ചോദിച്ചോണ്ടാണ് നമ്മൾ അനിമൽസിന്റെ പേരോട് ഇതിൽ ആഡ് ചെയ്ത് കേട്ടോ. ഫറാഷത്ത് നഹലത്തും പിന്നെ നമ്മളെ നംലത്തൊക്കെ ഇവിടെ വരിക ഈ ഒരു ഇൻസെക്റ്റുകൾ ഇതിൽ ചോദിക്കാം. അപ്പൊ അത് ചോദിക്കാൻ സാധ്യത കുറവാണ്, എന്നാലും അതുകൂടി നിങ്ങൾ പഠിച്ചു വെച്ചോളൂ കേട്ടോ. ആ ഇൻസെക്റ്റുകൾ ഓൾറെഡി അറിയാം. നംലത്തും നഹലത്തൊക്കെ നിങ്ങൾ പഠിച്ചതല്ലേ, തേനീച്ചനെയും നമ്മൾ ഹണീബീനെയും നമ്മളെ നംലത്ത് എന്താ അറിയാലോ,
ആൻഡിന് അല്ലേ, അതൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചതല്ലേ. അപ്പം അതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഈ 2 ടേബിൾ നിങ്ങൾ എന്തായാലും മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇത് പഠിച്ചാൽ ഈ ഒരു ആനിമൽസിന്റെ പേര് പഠിക്കുക. പിന്നെ ഇൻസെക്റ്റിന്റെ പേര് മാത്രം പഠിക്കുക. ഏതൊക്കെയാണ്? നെംലത്ത്, പിന്നെ നഹല് അല്ലേ, ബി ഹണി ബി, പിന്നെ നഹലത്ത് എന്ന് പഠിച്ചാൽ മതി. പിന്നെ എക്സ്ട്രാ പിന്നെ അവിടെ ഫറാഷത്തും പഠിക്കുക. ഫറാഷത്തും വന്നിട്ടുണ്ട് കേട്ടോ. ഫറാഷത്ത് ഇതിൽ വിട്ടുപോയാൽ തോന്നുന്നുണ്ട്. ഫറാഷത്തും പഠിക്കുക. അപ്പം 3 മാത്രം ഇൻസെക്റ്റ് പഠിച്ചാൽ മതി. അപ്പം അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അതുകൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻക്ക് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പറയാം അല്ലേ. ഇത് സിമ്പിൾ അല്ലേ, ഡയറക്റ്റ് ആയിട്ട് എഴുതി കൂടെ. അടുത്തത് കോൺവെർസേഷൻ ആണ്. വളരെ സിമ്പിൾ ആണ്. ഓൾറെഡി എന്താണ് നമ്മൾ ക്ലാസ്സിൽ തന്നെ റോൾ പ്ലേ മോഡൽ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഫോർമാറ്റ് വന്നിട്ടുണ്ട് അല്ലെ. എന്താണ് നമ്മൾ ക്വസ്റ്റ്യൻ രൂപത്തിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇപ്പൊ മാതാ തുരിതം വരുമ്പോൾ എന്താണ് അതിന്റെ ആൻസർ എന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. റിവിഷന്റെ സമയത്ത് കൂടി നമ്മൾ പറഞ്ഞ കാര്യമാണ്. അപ്പം വളരെ സിമ്പിൾ ആയിരിക്കും. അപ്പം കോൺവെർസേഷനിൽ തുടങ്ങൽ എങ്ങനെയായിരിക്കും അല്ലെ. ഒരാളെ കാണുമ്പോൾ നമ്മൾ ആദ്യം സലാം പറയണം അല്ലെ, അസ്സലാമു അലൈക്കും. അപ്പൊ അതിന്റെ റീപ്ലൈ എന്താ നമുക്ക് എന്തായാലും അറിയാം. എന്താണ്? വഅലൈക്കും അസ്സലാം എന്നാണ്. ഇനി ഇൻ കേസ് നിങ്ങളോട് എന്താണ് ഇവിടെ എന്തായാലും സലാം അലൈക്കും ആയിരിക്കും ഉണ്ടാവുക. നിങ്ങളോട് ഇൻ കേസ് സബാഹൽ ഖൈർ എന്ന്, കാരണം നിങ്ങൾ സെക്കൻഡിൽ ഇത് പഠിച്ചിട്ടുണ്ട്. സബാൽ ഖൈർ, മസാൽ ഖൈർ പഠിച്ചിട്ടില്ലേ. ഇവിടെ മസാൽ ഖൈർ എന്ന് എന്താ വരിക? ഇവിടെ മസാൽ നൂർ എന്നാ വരിക. സബാൽ ഖൈർ എന്ന് പറഞ്ഞാൽ സബാഹൻ നൂർ. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം അല്ലെ, സെക്കൻഡ് സ്റ്റാൻഡേർഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അഥവാ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ എഴുതാം. ഒരു 90% അസ്സലാമു അലൈക്കും ആയിരിക്കും വരിക കേട്ടോ. അപ്പൊ ഒരു 10% ഒരു സബാൽ ഖൈറോ സബാനൂറോ ചിലപ്പോൾ വരാൻ സാധ്യത ഉണ്ട്. അപ്പൊ അതുകൂടി മനസ്സിലാക്കി വെക്കാം കേട്ടോ. സബാൽ ഖൈർ വരുമ്പോൾ സബാഹ നൂർ ആയിരിക്കും വരിക. സാധാരണ എന്താണ് അസ്സലാമു അലൈക്കും വരിക. അസ്സലാമു അലൈക്കും പറയുമ്പോൾ എന്താണ്? വഅലൈക്കും അസ്സലാം. അടുത്തൊരു ചോദ്യം വരെ ഇതിൽ കൊടുത്തിട്ടില്ല, ഇവിടെ വരാൻ സാധ്യത ഉണ്ട്. ഏതാണ്? കൈഫൽ ഹാൽ, ഹൗ ആർ യു ചോദിക്കുമല്ലോ. അപ്പൊ അതിന്റെ റീപ്ലൈ എന്തായിരിക്കും എന്ന് നമ്മൾ ക്ലാസ്സിൽ അല്ലെ വരുന്ന സമയത്ത് നമ്മൾ പറയുന്ന കാര്യമാണ്. എന്തെങ്കിലും പറയില്ല അൽഹംദുലില്ലാഹി ബി ഖൈർ. ഒന്നെങ്കിൽ അൽഹംദുലില്ലാഹി പറയും, അല്ലെങ്കിൽ അൽഹംദുലില്ലാഹി ബി ഖൈർ എന്ന് പറയും. അപ്പൊ ബോക്സിൽ എന്താണുള്ളത് എടുത്ത് കേട്ടോ. ഒന്നെങ്കിൽ സൈൻ അൽഹംദുലില്ലാഹി കൊടുത്തില്ലെങ്കിൽ അത് എഴുതാ, അല്ലെങ്കിൽ അൽഹംദുലില്ലാഹി ഖൈർ ആണെങ്കിൽ അത് എടുത്ത് കേട്ടോ. കൈഫൽ ഹാൽ ചോദിച്ചാൽ കേട്ടോ. അപ്പം അത് മാറരുത്, കാരണം ചിലപ്പോൾ ജസാക്കല്ലാഹ് ഖൈർ എന്നുണ്ടാവും, ഇവിടെ അൽഹംദുലില്ലാഹി ബി ഖൈർ എന്നുണ്ടാവും. അതൊരിക്കലും മാറരുത് കേട്ടോ. കാരണം നിങ്ങൾ അൽഹംദുലില്ലാഹ് എന്ന് അറിയാലോ, അൽഹംദുലില്ലാഹ് എന്നുള്ളത് എപ്പോഴും പഠിച്ചേക്കാം. അത് അറിയിക്കുമ്പോൾ നമ്മളെന്താണ് ഒരു മുസ്ലിം ആവുന്ന സമയത്ത് എപ്പോഴും അള്ളാഹുവിന് താങ്ക്സ് പറയണം. നമ്മൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ ഭക്ഷണത്തിന് ശേഷം അൽഹംദുലില്ലാഹ് പറയും. നമ്മൾ തുമ്മിയതിന് ശേഷം നമ്മൾ അൽഹംദുലില്ലാഹ് എന്ന് പറയും. എന്തെങ്കിലും കിട്ടിയാൽ നമ്മൾ അൽഹംദുലില്ലാഹ് എന്ന് പറയും. നമുക്ക് എന്തെങ്കിലും റിസൾട്ട് ഒക്കെ നല്ല, നമുക്ക് എ പ്ലസ് കിട്ടിയാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയും. അപ്പൊ എന്തെങ്കിലും നമ്മൾ അൽഹംദുലില്ലാഹ് എന്ന് പറയേണ്ടത് അറിയാലോ. അപ്പൊ നമ്മളിവിടെ ഹൗ ആർ യു വെച്ചാൽ നമ്മൾ പറയേണ്ടത് അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന് സ്തുതി എന്നാ പറയേണ്ടത്. അപ്പൊ അത് ആലോചിച്ച് വെച്ചാലേ. അപ്പൊ അൽഹംദുലില്ലാഹ് എന്ന് എപ്പോഴും ഉണ്ടാവും കൈഫൽ ഹാൽ ഇരിക്കും കേട്ടോ അല്ലെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി ബി ഖൈർ അൽഹംദുലില്ലാഹ് ഉണ്ട്. അങ്ങനെ പഠിച്ചാൽ മതി കേട്ടോ. ഇതിലെ കൊടുത്തിട്ടില്ല, അതുവരെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. ഇനി ഇവിടെ എന്താണ്? മാതാ തുരീതു, വാട്ട് യു വാണ്ട്, എന്താണ് ആവശ്യം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം മാതാ തുരീതു അല്ലെ, തുരീതു എന്നുള്ളത് നോക്കുക. അപ്പം എങ്ങനെയായിരിക്കും ഇംഗ്ലീഷിൽ വാട്ട് യു വാണ്ട് എന്ന് ചോദിച്ചാൽ എങ്ങനെ മറുപടി പറയാ? ഐ വാണ്ട് വെച്ചിട്ടല്ലേ മറുപടി പറയാ. അതേപോലെ അല്ലെ, വാട്ട് യു വാണ്ട് ഐ വാണ്ട്. മാതാ തുരീതു ചോദിക്കുമ്പോൾ എന്താ വരിക അല്ലെ? ഉരീതു, ഐ വാണ്ട്. അനന്റെ ആ നല്ലതായിട്ടാണ് കൊടുത്ത് ഉരീതു, ഐ വാണ്ട് അസീർ ജ്യൂസ്, ഐ വാണ്ട് ജ്യൂസ് അല്ലെ. വെയിറ്റർ ചോദിക്കുന്നുണ്ട് മാതാ തുരീതു എന്താ വേണ്ടിയെന്നില്ല. അപ്പൊ ഉരീതു അസീർ, എനിക്ക് എന്താ വേണ്ടേ? ജ്യൂസാ വേണ്ടി. ഇനിയപ്പോ ഇവിടെ അസീറാനാണെന്നില്ല, ഉരീതു ഹക്കീബത്ത് ആയിരിക്കാം, ഉരീതു മാഞ്ച, അങ്ങനെ എന്ത് വേണേലും വരാം അല്ലെ. ഉരീതു ഷായ, എനിക്ക് ടീ ആണ് വേണ്ടത്, എന്ത് വേണമെങ്കിലും അവിടെ വരാം കേട്ടോ. അപ്പൊ ഉരീതു എന്നുള്ള പഠിച്ചേക്കാം. മാതാ തുരീതു ഇത് നോക്കാം. ഉരീതു എന്നുള്ള വരിക എന്നുള്ള കേട്ടോ. നമുക്കറിയാം, എന്നാലും അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അത് ആ ഒരു മനസ്സിലാക്കി വെക്കട്ടോ. പിന്നെ അയ്യു അസീർ, ഏത് ജ്യൂസാ വേണ്ടി വെക്കുന്നുണ്ട്. ഏത് ജ്യൂസാ? അസീർ ലൈമൂൺ അല്ലെ, ലൈം ജ്യൂസാണ് വേണ്ടി, അതായിരിക്കും വേണ്ടി വരും കേട്ടോ. പിന്നെ പറയുന്നത് തഫദൽ ഹാദൽ അസീർ ലൈമൂൺ, തഫദൽ പ്ലീസ് ടേക്ക് ഇറ്റ് അല്ലെ. നമ്മൾ വെയിറ്റ് ഓർഡർ ചെയ്യുന്ന ശേഷം എന്താണ് നമ്മൾ വെയിറ്റർ ജ്യൂസ് കൊണ്ടുവന്നതിന് ശേഷം ആണ് പറയുന്നത് തഫദൽ പ്ലീസ് ടേക്ക് ഇറ്റ് ഹാദ അസീർ ലൈമൂൺ, ദിസ് ഈസ് ലൈം ജ്യൂസ്, ഇതെന്താണ് ലൈം ജ്യൂസ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് പറയും? ജസാക്കല്ലാഹ് അറബികൾ കോമൺലി യൂസ് ചെയ്യുന്ന ജസാക്കല്ല, ഒരു ടാങ്ക്സിനെ സൂചിപ്പിക്കാനാണ് ജസാക്കല്ല പറയുക കേട്ടോ. ജസാക്കല്ല എന്നാണ് നമ്മൾ സാബു പറയാണ്. പിന്നെ നമ്മൾ നാദിലപ്പം എന്താണ് തിരിച്ചൊന്നാണ് ശുക്രൻ. ശുക്രൻ പറഞ്ഞാൽ ടാങ്ക്സ്. അപ്പം ടാങ്ക്സ് പറയുമ്പോൾ നമ്മൾ തിരിച്ചെന്താ പറയും? വെൽക്കം എന്ന് പറയല്ലോ. വെൽക്കത്തിന് നമ്മൾ അറബി പറയല് അഫുവൻ. ശുക്രൻ എന്ന് പറഞ്ഞാൽ എന്താ? അഫുവൻ. നമ്മൾ കോൺവെർസേഷനിൽ പഠിച്ചതല്ലേ, നമ്മള് നാദിലും ഒരു കോൺവെർസേഷൻ ഇതിൽ നമ്മൾ ആ ഒരു ഫോർമാറ്റ് ഒക്കെ പഠിച്ചതാ അല്ലെ. ശുക്രൻ, അഫുവൻ എന്നൊക്കെ പഠിച്ചതാ. ഓക്കെ, എന്നാല് അടുത്ത ക്വസ്റ്റ്യൻ പറയല്ലേ. അതിന് ആൻസർ നമ്മൾ ഇൻഷാല്ലാ ആൻസർ ഈ ഒരു PDF ഇൻഷാല്ലാ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം കേട്ടോ. അടുത്ത്
അടുത്ത ഗ്രാമർ പാർട്ട് എന്നാണ്. അതും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. എന്താണ് ഡാഷ് മൂസിൻ ലൗനുഹു അസ്ഫർ. മൂസ് അല്ലെ, മൂസ് എന്താണ് മുഅന്നസ് ആണോ മുദക്കറാണോ? മുഅന്നസ് മീൻസ് എന്താണ് സ്ത്രീലിംഗം, സ്ത്രീയാണോ മുദക്കറാണോ ആണാണോ എന്നുള്ളത് വെച്ച് മൂസ് അല്ലേ, ആണോ പെണ്ണോ എങ്ങനെ മനസ്സിലാവുക? ഈ താല് എവിടെ ഇപ്പൊ മദ്രസിന് ഈ താ ഉണ്ട്, ഈ താ എന്തിനെ സൂചിപ്പിക്കുക? പെണ്ണുങ്ങളെയാണ് സൂചിപ്പിക്കുക. മൂസിൽ അങ്ങനെ താ കാണുന്നുണ്ടോ? ലാസ്റ്റിൽ ഇങ്ങനെ താ ഉണ്ടെങ്കിൽ പെണ്ണാണ് എപ്പോഴും കേട്ടോ. ഇപ്പൊ നിങ്ങൾ നമ്മുടെ ക്ലാസ്സിലെ ഓരോ പെൺകുട്ടികളുടെ പേര് നോക്കുകയാണെങ്കിലും എന്താണ് അതിൽ താന്നുണ്ടാവും. ഇപ്പൊ എക്സാമ്പിൾ എന്റെ പേര് ഫായിസ് എന്നാണ് അല്ലെ, അത് ആൺകുട്ടിയാണ്. പക്ഷെ ഫായിസിന്റെ ലാസ്റ്റ് താ ഇട്ടെടുത്ത ഫായിസ എന്നാവും. ഫായിസ എന്നുള്ള ആരെ വിളിക്കുക? പെൺകുട്ടികളല്ലേ വിളിക്കല്. നേരെ പെൺകുട്ടിയായി മാറി. ആ താ ആലോചിച്ചാൽ മതി കേട്ടോ. അല്ലെ, ഇനിയിപ്പം അതും കിട്ടിയില്ലെങ്കിൽ നമ്മള് പെണ്ണുങ്ങളെ എന്താ വിളിക്കുക? താത്താന്നല്ലേ വിളിക്കുക. ആ താന്ന് ആലോചിച്ചാൽ മതി. മലയാളത്തിൽ നമ്മൾ താന്നാണ് വിളിക്കുക കേട്ടോ. ഓക്കെ, അങ്ങനെ ആലോചിച്ച് നോക്കാം കേട്ടോ. അപ്പൊ ഇവിടെ ഡാഷ് മൂസ് കൊടുത്തിട്ടുണ്ട്. ലൗനുഹു അസ്ഫർ. മൂസില് ലാസ്റ്റ് താ ഇല്ലാത്തതുകൊണ്ട് എന്താണ് ആണാണ്. ആണുങ്ങൾക്ക് എപ്പോഴും ഹാദയാണ് പറയാം. ഹാദ. പെണ്ണുങ്ങൾക്ക് ഹാദിഹി എന്നാ പറയാം കേട്ടോ. അറിയാം. അപ്പൊ എന്താണ് വരിക? ഉത്തരം ഹാദയാണ് ഉത്തരം വരിക. അടുത്ത അന ഡാഷ് സൊഫ് സാലിസ്. അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് അന ഫി സൊഫി സാലിസ്. ഐ ആം ഇൻ 3rd സ്റ്റാൻഡേർഡ്. ഞാൻ 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പം അന ഫി സൊഫി സാലിസ് എന്നാ വരും കേട്ടോ. അടുത്ത ഡേഷ് താലിബുൻ. അതിപ്പോ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ത്വാലിബ് ആണോ പെണ്ണോ? അല്ലെ, മുഅന്നസ് മുദക്കറോ? ഏതാണ്? മുദക്കറാണ്, ആണാണ് അല്ലെ. ലാസ്റ്റ് താ ഇല്ലാത്തതുകൊണ്ട് ആണാണ്. അപ്പൊ ആണുങ്ങൾക്ക് ഹിയ ആണോ ഹു ആണ് കൊടുക്കുക? അല്ലെ, ഹു ആണ് കൊടുക്കുക അല്ലെ. ഹുവ ത്വാലിബുൻ. അപ്പൊ ഇതാണ് ഹു ആണ് ഉത്തരം വരിക കേട്ടോ. ഇവിടെ ത്വാലിബത്ത് ആണെങ്കിലോ, ഇവിടെ ഇങ്ങനെ ത്വാലിബത്ത് ഒരു താ ഇവിടെ ഉണ്ടെങ്കിൽ എന്താ വരിക? ഹിയാന്ന് വരിക. ഓക്കെ. അടുത്ത അദ്ഹബു. അദ്ഹബു ഡേഷ് മദ്രസത്ത്. അപ്പൊ ഇവിടെ ഇല എന്നുണ്ട് മിന്നുണ്ട്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യത കുറവാണ്. കാരണം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആക്ടിവിറ്റിയിലും ചെയ്തിട്ടില്ല. അപ്പം ഇതെന്താണ് നമ്മളെ സ്റ്റോറികളിലൊക്കെ വന്നിട്ടുണ്ട്, സ്റ്റോറികളിലും ലെസണുകളിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആക്ടിവിറ്റി ആയിട്ട് ഇങ്ങനെ ഫീ മീൻ എന്നൊന്നും ചെയ്താത്തതുകൊണ്ട് സാധ്യത കുറവാണ്. നിങ്ങൾ മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഇല എന്ന് പറഞ്ഞാൽ ടു എന്നാണ്. ഇംഗ്ലീഷിൽ ടു ഉണ്ടല്ലോ, ഐ ആം ഗോയിങ് ടു. ഐ ആം ഗോയിങ് ടു സ്കൂൾ. ആ ടു എന്നാണ് ഇല ഉദ്ദേശിക്കുന്നത്. മിൻ എന്ന ഫ്രം അല്ലെ, ഐ ആം കമ്മിങ് ഫ്രം സ്കൂൾ. ഞാൻ സ്കൂളിൽ നിന്ന് വരികയാണ്. മിൻ എന്ന ഫ്രം ഇലാണ് ടു. അപ്പൊ ഇവിടെ അദ്ഹബു. അദ്ഹബ് പറഞ്ഞാൽ ഐ ആം ഗോയിങ്, ഞാൻ എന്താണ് പോവാണ്. എങ്ങടെ ഡാഷ് ഡാഷ് മദ്രസത്ത്, മദ്രസ സ്കൂള്. അപ്പൊ ഇവിടെ ഗോയിങ് എടുത്ത് നമ്മൾ എന്താ കൊടുക്കുക? ടു എന്ന് കൊടുക്കാം അല്ലെ. അപ്പൊ ഇല്ല എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അത് സാധ്യത കുറവാണ്, എന്തായാലും മനസ്സിലാക്കി വെക്കട്ടോ. പിന്നെ ഇത് നമ്മൾ സ്റ്റോറിയിൽ നിന്ന് വന്നിട്ട് ഭാഗമാണ് കേട്ടോ. ലീ സോയർ താനി. അപ്പൊ ഇത് നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുക നമ്മുടെ ലെസണുകൾ വായിച്ചാലേ കിട്ടുള്ളൂ. നിങ്ങളെ ലെസൺ വായിക്കുമ്പോൾ എന്താണ്, അല്ലെങ്കിൽ വായിച്ചു അദ്ഹബു ഇല മദ്രസത്ത് നിങ്ങളെ ഓർമ്മയിൽ ഉണ്ടാവും അല്ല, ഇല എന്നുള്ളത് അങ്ങനെ മനസ്സിലാവും ഓർമ്മ. അങ്ങനെ അപ്പോൾ ലെസൺ വായിക്കുമ്പോൾ ഓരോ സെന്റൻസ് എന്താണ് നിങ്ങൾ മനസ്സിലാക്കി വായിക്കട്ടോ. ഇനി ലീ സോയിറത്താനി വലക്കുമ ഡാഷ് എന്നാണ്. ഇവിടെ സോയിറത്താനി ഉണ്ടോ അല്ലെ, എനിക്ക് എന്താണ് അല്ലെ, ചെറുത് 2 മതി. വലക്കുമ വലക്കുമ നിങ്ങൾ ലെസൺ വായിച്ചാലേ കിട്ടുള്ളൂ. വലക്കുമ കബീറത്താനി. ആ സ്റ്റോറിയിൽ അല്ലെ, അർണൂബത്തിലെ സ്റ്റോറിയിൽ എന്താണ് പറയുന്നത്? കബീറത്താനി അല്ലെ, ലീ സോയിറത്താനി വലക്കുമ കബീറത്താനി. അപ്പൊ ഇത് ഈ 2 ക്വസ്റ്റ്യൻ എന്താണ് നിങ്ങൾ ലെസണുകൾ നന്നായിട്ട് വായിച്ചാലേ കിട്ടും, അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ലെസണുകൾ നന്നായിട്ട് വായിക്കുക. ഓക്കെ, അപ്പൊ അടുത്ത് ഇത് വളരെ സിമ്പിൾ അല്ലേ അല്ലെ. മേക്ക് 5 സെന്റൻസ് അല്ലെ, ആയിദു ഹംസത്തു ജുംലൻ അല്ലെ, പ്രിപ്പയർ അല്ലെങ്കിൽ മേക്ക് 5 സെന്റൻസ് ബി കലിമാത്തി താലിയ യൂസിങ് ഫോളോയിങ് വേർഡ്സ് അല്ലെ. ഈ വേർഡ്സുകൾ ഉപയോഗിച്ചിട്ട് 5 സെന്റൻസ് ഉണ്ടാക്കാനാണ്. സിമ്പിൾ ആണ്, നമ്മൾ ഓൾറെഡി ചെയ്ത വർക്ക് തന്നെയാണ്. അപ്പം അത് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് എങ്ങനെ ചെയ്യാന്നുള്ള പറഞ്ഞുതരാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യാ അല്ലെ, ഹാദ അല്ലെ, ഈ സെന്റൻസിൽ തന്നെ ഹാദ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട് അല്ലെ, ആണുങ്ങൾക്ക് എന്താണ് ആണും പെണ്ണും മനസ്സിലായാലും എങ്ങനെയാണ്, ഇങ്ങനെ താ ഉണ്ടെങ്കിൽ എന്താണ് അത് സ്ത്രീലിംഗാണ്, താ അല്ലെങ്കിൽ എന്താണ് അത് പുല്ലിംഗാണ്, ആണിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഹാദ എന്നുള്ള ആണിനെ സൂചിപ്പിക്കുക. ഹാദ വെച്ചിട്ട് നമുക്ക് എഴുതി വെക്കാം. ഹാദ കലമുൻ. കലമിന് താ ഉണ്ടാവില്ല. ഹാദ കലമുൻ. പിന്നെന്താണ് ഹാദ. മദ്രസത്ത് പറ്റുമോ? മദ്രസത്ത് താന്ന് ഇവിടെ ഉണ്ട്, അപ്പം ഹാദ പറ്റൂല അല്ലെ. അപ്പം മദ്രസത്ത് പറ്റൂല. യലാബു എന്നുള്ള പറ്റുമോ? യലാബു എന്ന് പറഞ്ഞാൽ എന്താണ് അവൻ കളിച്ചുകൊണ്ടിരിക്കുക, അതൊരു വെർബാണ്. വെർബ് പറ്റൂല. നെയിംസുകൾ മാത്രമേ പറ്റുള്ളൂ. പേരുകളുണ്ടല്ലോ, അപ്പൊ പേന, മദ്രസ ഓരോ പേരുകളല്ലേ, പേരുകൾ മാത്രമേ പറ്റുള്ളൂ കേട്ടോ. കലമ്, ഹാദ കലമ് എഴുതി. അവരൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഹാദ കലമ് കൊടുത്തിട്ടുണ്ട്.
ഇനി അടുത്ത കലം കഴിഞ്ഞ് സമുക്ക് അല്ലെ, ഹാദ സമുക്കൻ അല്ലെ, പുല്ലിംഗ അല്ലെ, താ ഇല്ലാത്തതുകൊണ്ട് പുല്ലിംഗ ഹാദ സമുക്കൻ. പിന്നെ അടുത്ത നോക്കാം ഹാദ, പിന്നെ ഹാദിഹി എന്നുള്ളതാണ്. ഹാദിഹി എന്നുള്ളത് നമ്മൾ ലദീസ് എന്നുള്ള ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. പുർത്തുകാൽ കൊടുത്തിട്ടില്ലേ, ഹാദ പുർത്തുകാലൻ, ദിസ് ഈസ് എ ഓറഞ്ച്. പിന്നെ കെബീർ, കെബീർ എന്താണ്, ഒരു നൗത്താണ്, ഒരു എന്താണ് ഇതിനെ വർണ്ണിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അപ്പം അത് പറ്റൂല, പേരല്ല. ഫറാഷത്ത് അല്ലെ, ഫറാഷത്ത് പറ്റും, പക്ഷെ അത് ഹാദയിൽ പറ്റൂല, ഇവിടെ താന്നുണ്ട്, അപ്പം അത് ഹാദയിൽ ഉപയോഗിക്കാറില്ല, ഇത് സ്ത്രീലിംഗാണ്. ത്വാലിബ് പറ്റും, ഹാദ ത്വാലിബുൻ. എന്റെ കിതാബ് പറ്റും, ഹാദ കിതാബുൻ. സിമ്പിൾ അല്ലേ, അത് വെച്ച് തന്നെ നമുക്ക് അഞ്ചെണ്ണം ഉണ്ടാക്കാം. ഹാദ വെച്ചിട്ട് തന്നെ നമുക്ക് അഞ്ചെണ്ണം ഉണ്ടാക്കാൻ പറഞ്ഞത്, അപ്പൊ അത് വെച്ചിട്ട് തന്നെ നമുക്ക് അഞ്ചെണ്ണം ഉണ്ടാക്കാം കേട്ടോ. ഇനി ഹാദിഹി അല്ലെ, ഹാദിഹി ഇത് അവിടെ കൊടുത്തിട്ടില്ല, ഹാദി വെച്ചിട്ട്, ഹാദിഹി ഇതിനെ പറ്റുക, സ്ത്രീലിംഗത്തിന് ഹാദിഹി പറ്റുക അല്ലെ. സ്ത്രീ അല്ലെ, ഒരു നെയിം സ്ത്രീയാണോ പുരുഷനാണോ എങ്ങനെ പെട്ടെ മനസ്സിലാക്കുക, താ എന്നുള്ള ലെറ്റർ ആണ് അല്ലെ. മദ്രസത്ത് ലാസ്റ്റ് താ ഉണ്ട്, കണ്ടോ, ലാസ്റ്റ് താ. ലാസ്റ്റ് താ കാണില്ല, ഇങ്ങനെ ലെറ്റർ ആണല്ലേ, ആ താ ആണ് എന്താണ് സ്ത്രീലിംഗത്തിന് ഉപയോഗിക്കാം. അപ്പൊ ഹാദിഹി മദ്രസത്തുൻ. കലമിന് പറ്റുമോ, കാരണം കലമിന് ലാസ്റ്റ് താ അല്ല, പറ്റൂല. സമക്കിന് പറ്റൂല, ലാസ്റ്റ് താ എന്നുള്ള ആ ഒരു ലെറ്റർ ഇല്ല. പുർത്തുകാലിന് പറ്റൂല. പിന്നെ ഫറാഷത്തിന് പറ്റുമോ, പറ്റും അല്ലേ, ലാസ്റ്റ് താ കണ്ടല്ലേ, ആ താളിലോണ്ടെന്നാണ് നമുക്ക് ആഡ് ചെയ്യാം. ഇനി ത്വാലിബിന് പറ്റില്ല, കിതാബൊന്നും പറ്റൂല അല്ലേ, അപ്പൊ രണ്ട് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ രൂപത്തിൽ ഷോർട്ട് സെന്റൻസുകൾ ഉണ്ടാക്കാം. ഇനി അതിലൊന്ന് നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് വേണമെങ്കിൽ ഉണ്ടാക്കാം. ഈ കെബീർ യൂസ് ചെയ്ത്, കെബീർ എന്താണ്, വലുത്, ബിഗ് എന്നുള്ളതാണ്. ഹാദ കലമുൻ കബീറുൻ, ദിസ് ഈസ് എ ബിഗ് പെൻ. ഹാദ സമുക്കുൻ കബീറുൻ, ദിസ് ഈസ് എ ബിഗ് ഫിഷ്. ഹാദ ബുർത്തുക്കാലുൻ കബീറുൻ, ദിസ് ഈസ് എ ബിഗ് ഓറഞ്ച്. ഹാദ ത്വാലിബുൻ കബീറുൻ, ദിസ് ഈസ് എ ബിഗ് സ്റ്റുഡന്റ്. ഹാദ കിതാബുൻ കബീറുൻ അല്ലെ, ദിസ് ഈസ് എ ബിഗ് ബുക്ക്. അപ്പൊ ബിഗ് വെച്ചിട്ട് തന്നെ നമുക്ക് എല്ലാത്തിനും ആഡ് ചെയ്യാം. അങ്ങനെ ഈ സെന്റൻസുകൾ ഉണ്ടാക്കാം. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ സെന്റൻസ് ഉണ്ടാക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഫസ്റ്റുള്ള ഹാദ തന്നെ കൊടുക്കാൻ നോക്കാം കേട്ടോ, ഹാദ ഹാദിഹി തന്നെ കൊടുക്കാൻ നോക്കാം. പിന്നെ യലാബു ഒരു വെറുപ്പാണ്, അത് ആദ്യം വരിക. അപ്പൊ യലാബു വെച്ചിട്ട് അല്ലേ, യലാബുനെ കളിക്കാണ്. ഇനി ആരെ കളിക്കുന്നത്, യലാബു ഇതിലാർക്ക് കളിക്കും, സമക്ക് വേണേൽ കൊടുക്കാം അല്ലെ. ഫിഷ് കളിക്കൂലേ, ഫിഷിനെ കൊടുക്കാം. പിന്നെ ഫറാഷത്ത് വേണേൽ കൊടുക്കാം. പിന്നെ എന്താണ് ത്വാലിബ് അല്ലെ, യലാബു ത്വാലിബ് അല്ലെ, വിദ്യാർത്ഥി സ്റ്റുഡന്റ് അല്ലെ, സ്റ്റുഡൻസ് കളിച്ചു എന്ന രൂപത്തിൽ കൊടുക്കാം. സിമ്പിൾ ആയിട്ട് എന്താണ് നമുക്ക് ഈ സെന്റൻസുകൾ ഉണ്ടാക്കാം കേട്ടോ. അപ്പം ഇതെന്തായാലും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, 5 സെന്റൻസ് ഉണ്ടാക്കാൻ. അപ്പം ഇത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജസാക്കല്ലാഹ് ഖൈർ.